അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പാസ്തയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമുള്ള ഒരു വിഭവമാണിത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യമായി തന്നെ ഇത് പാസ്ത. ഇത് ഒരു ഷെൽ മോഡലുള്ള പാസ്തയാണ്. പിന്നെ അതിന് പ്രധാനമായിട്ടും ചിക്കൻ ഞാൻ കുരുമുളകും നാരങ്ങ നീരും ഉപ്പും ചേർത്ത് കുക്കറിൽ പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിന് വേണ്ടുന്നത് ക്യാപ്സിക്കം, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു ചെറിയ തക്കാളി, ഒരു പകുതി നാരങ്ങയുടെ നീര്, മല്ലിയില, ഉള്ളിത്തണ്ട് ചെറുതായി കട്ട് ചെയ്തത്, ചില്ലി ഫ്ലേക്സ്, പച്ചമുളക്, ഒരു 3 പച്ചമുളക്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞത്, പിന്നെ ചിക്കൻ പുഴുങ്ങിയതിൻ്റെ ചിക്കൻ സ്റ്റോക്കും, സോയാ സോസ്, ടൊമാറ്റോ സോസ്. ഇൻഷാല്ലാ നമുക്കിത് വളരെ രുചികരമായ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു പാസ്തയുടെ ഒരു വിഭവം ഉണ്ടാക്കാം. ആദ്യമായി നമുക്ക് അടുപ്പ് കത്തിച്ച് പാസ്ത വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം പാസ്ത ഇതിലിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വെച്ച മക്രോണി ഇട്ട് വേവിക്കാം. ഈ മക്രോണിയിൽ ഇനി അല്പം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് മക്രോണി ഈ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ണാപ്പയിലേക്ക് വെള്ളം വാർന്ന് വയ്ക്കാനായിട്ട് ഒഴിക്കാം. ഇനി ഈ പാസ്തയിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വയ്ക്കാം. അത് ഒന്നൊന്നായി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടായ പാത്രത്തിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. 2-3 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം വഴറ്റിയെടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടി, ഒലിവ് ഓയിലിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കാം. പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് സവാള ഇടാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത്, സവാളയും ക്യാരറ്റ്, പകുതി ക്യാപ്സിക്കം, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് നന്നായിട്ട് വഴറ്റാം. ഒരുപാട് വഴറ്റിയെടുക്കണ്ട, പകുതി വഴറ്റിയാൽ മതി. ഉപ്പും കൂടി ഇതിലേക്ക് ചെറുതായിരിഞ്ഞ ഒരു തക്കാളി, കുറച്ച് ഉള്ളിത്തണ്ട്, ചെറുതായത് ഉള്ളിത്തണ്ട്, അല്പം ചില്ലി ഫ്ലേക്സ്, ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ സോയാ സോസ്, 1/2 സ്പൂൺ പഞ്ചസാര, മല്ലിയില നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചെറുതായിരുന്നു ചിക്കൻ പീസ് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അത് അല്പം കുരുമുളക് പൊടി,
അല്പം ഗരം മസാല, 1 സ്പൂൺ നാരങ്ങ നീര്, അല്പം ഉപ്പ്. അങ്ങനെ വേവിച്ചിട്ട് പച്ചവെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന മക്രോണി ഇടാം. നന്നായിട്ട് ഇളക്കി എടുത്ത് ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു സോസ്, ഒരു ക്രീം ഉണ്ടാക്കാം. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ക്രീം ഉണ്ടാക്കാം. അതിന് ഒരു സ്പൂൺ മൈദ മാവിട്ടിട്ട്, അടുപ്പ് കത്തിച്ചിട്ടില്ല, 1 സ്പൂൺ മൈദ മാവിലേക്ക് ഏകദേശം 1 ഗ്ലാസ് പാലൊഴിച്ച് നന്നായിട്ട് മൈദ മാവ് അല്പം പോലും കട്ടിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ് പാല് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു തരിപ്പൊടി പോലും ഇല്ലാതെ ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സും അല്പം കുരുമുളക് പൊടി നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു നുള്ളുപ്പും കൂടിയിട്ട് ഈ മക്രോണി വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഒഴിക്കാം. ചെറു തീയിലിട്ട് ഒഴിക്കാം. ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിരുന്ന അതിലേക്ക് കോൺഫ്ലോർ പൊടി മിക്സ് ചെയ്തതാണ്. പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് അതുപോലെ മക്രോണിയിലേക്ക് ചേർക്കാം. നമ്മുടെ ക്രീമി മക്രോണി പാസ്ത ഇവിടെ റെഡിയായി. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.